ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലാണ് പ്രതിഷേധ സ്വരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതിന്നും ശമിച്ചിട്ടില്ല. ടെസ്റ്റിന് എത്തിയവരുണ്ട്, ഡ്രൈവിംഗ് സ്കൂളുകാരുണ്ട്, അവർക്കൊക്കെ പലതും പറയാനുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഈ ടെസ്റ്റിന് എത്തിയവരും ഡ്രൈവിംഗ് സ്കൂളുകാരും ഒക്കെ ഇന്ന് പറഞ്ഞതെന്ന് കേൾക്കാം. ഇതൊന്ന് കേൾക്കും. ഇളവുകൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് സർക്കാർ മലന്ന് കിടന്ന് തുപ്പിയ പോലെയാണ്. ഓരോ ദിവസം ഓരോ നിയമസം ഓരോ സർക്കുലർ ഇറക്കി അത് ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് അത് പ്രായോഗികമല്ല. ഇവിടെ ഗവൺമെന്റിന്റെ വാഹനം കൊണ്ട് ഗ്രൗണ്ടിൽ ഇടട്ടെ. ഞങ്ങൾ പഠിപ്പിച്ച് വരുന്ന വിദ്യാർത്ഥികളെ ഗവൺമെന്റ് കൊണ്ടുള്ള വാഹനത്തിൽ ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുക്കട്ടെ. ഇവിടെ ഒരു പഠിതാവ് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. ഗ്രൗണ്ട് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ അനുവദിക്കാതിരിക്കും. പുതിയ സർക്കാരിന്റെ ആ സർക്കിളിനോട് ഇപ്പം സഹകരിക്കാനെ കൊണ്ട് നമുക്ക് പ്രയാസമാണ്. ഉടനെ ഇങ്ങനെ ഈ നിയമങ്ങൾ മാറ്റുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളും ക്ലച്ചും ഗിയറും ഉള്ള വണ്ടിയല്ല, ഞങ്ങൾ ബ്രേക്കുള്ള വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള ഞങ്ങൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതിന് പറ്റത്തില്ലല്ലോ. എല്ലാവരും പല ജോലിയിൽ നിന്ന് ലീവ് എടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നും നടക്കാതെ ഇതും നടക്കുന്നില്ല, അതും നടക്കുന്നില്ല, എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര കൺഫ്യൂഷനും. ഇതിൽ ഞങ്ങൾ പഠിച്ചതൊക്കെ വിത്തോട്ട് കേട്ടതാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ താല്പര്യം. നമുക്ക് സൈറ്റ് പോലും ഓപ്പൺ ആവുന്നില്ല. പിന്നെ അങ്ങനെ അവർക്ക് ഡേറ്റ് കിട്ടി. ഇവർ അണ്ടർഗ്രൗണ്ട് കളിയല്ലേ ഇത്, സമരം പൊളിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാണ്ട് എന്ത് പരിഷ്കാരം കൊണ്ടും എന്ത് കാര്യമുള്ളത്. പഴയ വാഹനങ്ങളെല്ലാം നിർത്തലാക്കട്ടെ. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ മാത്രം നിർത്തലാക്കിക്കൊണ്ടുള്ളത് അതും ശരിയല്ല. പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെയുണ്ട് 15 വർഷമായ വാഹനങ്ങൾ. അത് നിരത്തിലോടുന്ന ഞങ്ങൾക്കറിയാം. ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. 2 രൂപത്തിൽ ഇത് പ്രയാസമുണ്ടാക്കും. ഒന്ന്, ഇത്രയും ശക്തമല്ലാത്ത ടെസ്റ്റ് നടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പഠിതാക്കൾ പോവാൻ സാധ്യതയുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ മാത്രം വിഷയമല്ല, ജനങ്ങളെ വിഷയം മാറുന്നത് ഫീസ് വൻതോതിൽ കൂടും. 50,000 അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഫീസായിട്ട് മാറി വരും ഇത്. അങ്ങനെ ഞങ്ങൾ ഓഫീസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ പൂട്ടി പോകേണ്ട അവസ്ഥയിലേക്ക് വരും. അതാണ് മന്ത്രിയുടെ ആവശ്യം. ഞങ്ങൾ പൂട്ടി പോകുന്നതാണ് മന്ത്രിയുടെ ആവശ്യമുള്ളത്.